Welcome to Thasni's kitchen. ഹായ് എവരിവൺ, അസ്സാം വലൈക്കും. ഇന്ന് ഇഫ്താറിനൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു കിടിലൻ സ്നാക്കാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഫില്ലിങ്ങിന് എടുക്കുന്നത് എഗ്ഗാണ്. ഇത് നിങ്ങൾക്ക് ചിക്കൻ വെച്ചിട്ടും ചെയ്തെടുക്കാം. ബോയിൽ ചെയ്തിട്ടുള്ള എഗ്ഗ് ചോപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ അതൊക്കെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഇഞ്ചി കുഞ്ഞായി അരിഞ്ഞത് 1 ടീസ്പൂൺ, ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, കറിവേപ്പില ചോപ്പ് ചെയ്തോ അല്ലെങ്കിൽ കയ്യിലിട്ട് ക്രഷ് ചെയ്തിട്ടോ ചേർത്ത് കൊടുക്കാം. പിന്നീട് വേണ്ടത് സവാളയാണ്. അപ്പോൾ ഞാനിവിടെ 2 ചെറിയ സവാള കുഞ്ഞായി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് ഒരുപാട് മസാലപ്പൊടികളൊന്നും ചേർത്താൽ കേട്ടോ നമ്മൾ ഈ ഒരു മസാല റെഡിയാക്കി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, 1/4 ടീസ്പൂൺ. ഇതും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത്രയും നമ്മൾ മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അത് കളറിന് വേണ്ടിയിട്ട് മാത്രമാണ്. അതും വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് ബോയിൽ ചെയ്തിട്ടുള്ള 2 എഗ്ഗും കുഞ്ഞായി അരിഞ്ഞത് അതും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ബ്രെഡ് എല്ലാം ഒന്ന് അരികു കളഞ്ഞ് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 7 ബ്രെഡ് സ്ലൈസാണ് എടുത്തിട്ടുള്ളത്. ഇനി ഓരോ ബ്രെഡ് സ്ലൈസും നമുക്ക് ഇതുപോലെ വെച്ച് ഒന്ന് പരത്തിയെടുക്കാം. നമുക്ക് ചപ്പാത്തി പലകയിലിട്ടിട്ട് ഒന്ന് പരത്തിയെടുക്കാം, ഒന്ന് തിന്നാക്കി എടുക്കണം. ഇനി നമുക്ക് ഇത് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എഗ്ഗ് വൈറ്റ് യൂസ് ചെയ്താലും മതി. ഞാനിപ്പോൾ ഇവിടെ ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ബാറ്ററിലാണ് നമ്മൾ ഇത് ആദ്യം ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബ്രെഡ് സ്ലൈസും എടുത്തിട്ട് കോണായിട്ടൊന്ന് മടക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ബ്രെഡ് എടുക്കുക, ഇതുപോലെ ഒന്ന് കോണായിട്ട് മടക്കുക. അതിനുശേഷം നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ബാറ്റർ വെച്ചിട്ട് തന്നെ ഈ ഒരു സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നല്ലൊരു കോണായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്കാണ് നമ്മൾ മസാല ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ എത്രത്തോളമാണ് മസാല വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലുള്ള ഫില്ലിംഗ് എന്ന് പറയുന്നത് എഗ്ഗിന് പകരം നിങ്ങൾക്ക് ചിക്കൻ അല്ലെങ്കിൽ ബീഫ്, മട്ടനൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ഈ ഒരു ഭാഗം കൂടെ നമ്മൾ ആ ഒരു ബാറ്റർ വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിത് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് കവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ബ്രെഡ് കോണ് അല്ലെങ്കിൽ ബ്രെഡ് സമൂസ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി മുഴുവനായിട്ട് നമുക്കിതുപോലെ ചെയ്തെടുക്കാം. ഓരോന്നും കോണായിട്ട് മടക്കുക. നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ഒരു മൈദയുടെ മിക്സ് കൊണ്ട് തന്നെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഈ കോണിനകത്തേക്ക് മസാല നിറച്ച് കൊടുത്തിട്ട് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. മുഴുവനായിട്ട് ഞാനിതുപോലെ ഒന്ന് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ മുഴുവൻ സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മസാല എന്ന് പറയുന്നത് 7 കോണ് റെഡിയാക്കി എടുക്കാൻ നമുക്ക് കറക്റ്റായിരുന്നു. ഇനി നമുക്ക് മൈദയുടെ മിക്സിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. എല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. ഈ ഒരു സമയം കൊണ്ട് ഞാൻ ഓയിൽ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഓരോ കോൺ അല്ലെങ്കിൽ ഓരോ ബ്രെഡ് സമൂസയും നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. അതുപോലെ തന്നെ ഇതിൻ്റെ മസാല എന്ന് പറയുന്നത് നമുക്ക് ഒട്ടും മടുപ്പിക്കുന്ന ഒരു മസാലയോ അല്ലെങ്കിൽ ഒരുപാട് സ്പൈസി ആയിട്ടുള്ള മസാലയോ ഒന്നുമല്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലയാണ്. അപ്പോൾ ഇതുപോലെ നമ്മളിതിന് മുന്നേ ബ്രെഡ് ബോളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ രീതിയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ സാധാരണ നമ്മൾ ഇതുപോലെ സ്നാക്ക് റെഡിയാക്കി എടുക്കുന്നത് പോലെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇഷ്ടമുള്ള സോസിൻ്റെ കൂടെ നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഇഫ്താർ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. വീണ്ടും സിമ്പിൾ റെസിപ്പിയുമായിട്ട് കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു.